ഹലോ ഗൂട്ടൻ ടാഗ് ഐ എം ജിഷ്ണു. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് ജർമ്മൻ ലാംഗ്വേജിലെ നോമിനേറ്റീവ് അക്യൂസേറ്റീവ് കേസസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഡാറ്റീവ് കേസസ് ആണ്. ഇത് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഈ എക്സാമ്പിൾ എന്താ? ഇഷ് കൗഫെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ബൈയിങ്. അപ്പോൾ ഇവിടെ എന്താ? ഇതൊരു നോമിനേറ്റീവ് സെന്റൻസ് ആണ്, അതായത് ഐ ആം ബൈയിങ്. അപ്പോൾ ഇവിടെ എന്താ? ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നോമിനേറ്റീവ് കേസ് ആണ്. അത് ഈ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഇഷ് കൗഫെ ഐനൻ കമ്പ്യൂട്ടർ. ഇവിടെ വരുമ്പോൾ എന്താണ്? ഞാൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഇവിടെ വാങ്ങിക്കുന്നു. ഇവിടെ വരുമ്പോൾ എന്താണ്? ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, അതേപോലെ തന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഇത് അക്യൂസേറ്റീവ് കേസ്, നോമിനേറ്റീവ് കേസ്. അതേപോലെ നെക്സ്റ്റ് ഒരു സെന്റൻസ് തന്നെ നോക്കിയേ. ഇഷ് കൗഫെ മൈനം സോൺ ഐനൻ കമ്പ്യൂട്ടർ. ഇവിടെ വരുന്നത് വെച്ചാൽ ഐ ആം ബൈയിങ് മൈ സൺ എ കമ്പ്യൂട്ടർ. ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ വെർബ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതായത് അക്യൂസേറ്റീവ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താണ്? ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ എന്താണ്? ഡാറ്റീവ്. അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു സെന്റൻസിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടില്ലെന്നുണ്ടെങ്കിലും ഒരു സെന്റൻസിൽ നമുക്ക് എങ്ങനെ ഈ ഡാറ്റീവ് ഒബ്ജക്റ്റ് കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമിനേറ്റീവിലും അക്യൂസേറ്റീവിലും പറഞ്ഞ പോലെ തന്നെ ഈ വെർബ് ഉണ്ട്, കൗഫൻ എന്നുള്ള വെർബ്. ഈ വെർബിനോട് നമ്മൾ ആർക്ക് എന്നുള്ള ചോദ്യത്തിന്, അതായത് ഒരു പൊസഷൻ കാണിക്കുന്ന ഒരു ഇത് തന്നെയാണ് എന്താണ്? ഡാറ്റീവ് കേസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തേക്കണം? വാങ്ങിക്കുക എന്നാണ് വെർബ് വന്നേക്കണത്. ഇത് ആർക്കാണ് വാങ്ങിച്ചേക്കണത്? സൺ, മൈനം സോൺ. അതുകൊണ്ടാണ് ഇത് ഡാറ്റീവ് വന്നത്. സൊണ്ട ആർട്ടിക്കിൾ എന്താണ്? ഡെർ ആണ് സൊണ്ട ആർട്ടിക്കിൾ. അപ്പൊ എന്താണ്? ഡെർ എന്നുള്ളത് ദെമ്മായി. അപ്പൊ എന്താണ്? മൈനം സോണായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഡാറ്റീവ് ഏതാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ സെന്റൻസ് നോക്കിയേ. ഈ സെന്റൻസിൽ ഇഷ് കൗഫെ മൈനം സോൺ ഐനൻ കമ്പ്യൂട്ടർ. ഇവിടെ നോക്കിയേ, ആദ്യം നമ്മൾ എന്താണ്? ഇഷ്, അതായത് സബ്ജക്റ്റ് എഴുതി, അതിന്റെ വെർബ് എഴുതി, അതിന്റെ നെക്സ്റ്റ് എഴുതിയേക്കണം തൊട്ടാ ഡാറ്റീവ് കേസ് ആണ് നമ്മൾ നെക്സ്റ്റ് എഴുതിയേക്കണം. അത് കഴിഞ്ഞിട്ടാണ് അക്യൂസേറ്റീവ് കേസ് ആയിട്ടുള്ള എന്താണ്? കമ്പ്യൂട്ടർ നമ്മൾ എഴുതിയേക്കണം. നമ്മൾ എപ്പോഴും ഒരു സെന്റൻസ് എഴുതുമ്പോഴും അവിടെ അക്യൂസേറ്റീവും ഡാറ്റീവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഡാറ്റീവ് എഴുതി കഴിഞ്ഞിട്ടോ നമുക്ക് എന്താണ്? അക്യൂസേറ്റീവ് എഴുതാൻ പാടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ എക്സാമ്പിൾ നോക്കിയേ. എർ ഗിഫ്റ്റ് സൈനർ മൂട്ടർ ഐൻ ഗഷെങ്ക്. അതായത് ഹി ഗിവ്സ് ഹിസ് മദർ എ ഗിഫ്റ്റ്. അവന്റെ അമ്മയ്ക്ക് എന്താണ്? ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇവിടെ നോക്കിയേ. ഇവിടെ എയർ എന്നുള്ള ആരാണ് ഇവിടെ എന്താണ് ഈ ക്രിയ ചെയ്യണത്? ആരാണ് ഗിഫ്റ്റ് ചെയ്യണത്? ഇത് ഇവിടെ ആരാ? എയർ, ഹി. അതായത് ഇതാണ് ഇവിടുത്തെ നോമിനേറ്റീവ് സബ്ജക്റ്റ്. അതുപോലെ തന്നെ എന്താണ്? ആർക്കാണ് കൊടുത്തത്? ആർക്കാ കൊടുത്തത്? അമ്മയ്ക്ക്. അപ്പൊ എന്താണ്? അതാണ് ഇവിടുത്തെ ഡാറ്റീവ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? എന്താണ് കൊടുത്തത്? അതാണ് ഒരു ഗിഫ്റ്റ് ആണ് ഇവിടെ കൊടുത്തത്. ഇതെന്താ വരുന്നത്? ഇതാണ് ഇവിടുത്തെ അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് എന്താണ്? കുറച്ച് ഡാറ്റീവ് വെർബ്സ് നോക്കാം. ഡാറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തൊരു രണ്ട് വെർബ് നമ്മൾ എടുത്തിട്ട് അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് എഴുതി നോക്കാം. നമുക്കിപ്പോ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് വെർബ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഫസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെൽഫൻ. ഹെൽഫന്റെ മീനിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു ഹെൽപ്പ്. അതായത് ഇപ്പൊ ഈ സെന്റൻസ് ഒക്കെ ഇഷ് ഹെൽഫ് എ മൈനർ മൂട്ടർ. അതായത് ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇഷ്, അതായത് സബ്ജക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ വെർബ് ഉണ്ട്. പിന്നെ എന്താണ്? നമുക്ക് ഇവിടെ ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഇല്ല. അതിന് പകരം എന്താണ്? ഈ മൈനർ എന്ന് വന്നേക്കണത് ഡാറ്റീവ് ആണ് വന്നേക്കണത്. ഡാറ്റീവ് കേസ് ആണ് നേരിട്ട് വന്നേക്കണത്. അതെന്താണ് അങ്ങനെ ഡാറ്റീവ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽഫൻ എന്നുള്ള വെർബ് ഡാറ്റീവ് വെർബാണ്. അപ്പൊ ഡാറ്റീവ് വെർബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? അത് കഴിഞ്ഞിട്ട് വരുന്ന നോമൻ അല്ലെങ്കിൽ നൗൺ എന്തായിരിക്കും? അത് ഡാറ്റീവ് കേസിലായിരിക്കും നമുക്ക് എഴുതേണ്ടത്. നമുക്കിപ്പോ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഒരു എളുപ്പവഴി നമ്മൾ പഠിച്ചിരുന്നു. അതായത് വെർബിനോട് ആർക്കാണെന്നുള്ള അല്ലെങ്കിൽ ആരെയാണ് അങ്ങനെ ചോദിക്കാറില്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഹെൽഫിന്റെ കാര്യത്തിൽ നോക്കിയേ, ആർക്കാണ് ഹെൽപ്പ് ചെയ്തത്? അപ്പൊ എന്താണ്? മദറിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ എന്താണ്? അതുകൊണ്ട് എന്താണ്? ഡാറ്റീവ് വെർബായി. ഓക്കെ, നമുക്ക് എന്നാൽ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാച്ചുലിയർ. ഗ്രാച്ചുലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺഗ്രാജുലേറ്റ്. നമ്മൾ ആരെങ്കിലും കൺഗ്രാജുലേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ? അതേപോലെ. അപ്പൊ നോക്കിയേ, ഈ സെന്റൻസ് ഒക്കെ ഇഷ് ഗ്രാച്ചുലിയറെ മൈനം ബ്രൂഡർ. അതായത് ഞാൻ എൻ്റെ ബ്രദറിനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, അതുകൊണ്ട് നെക്സ്റ്റ് വന്നേക്കണം നോക്കിയേ മൈനം ബ്രൂഡർ. മൈനം ബ്രൂഡർ എന്ന് പറഞ്ഞാൽ ഡെർ ബ്രൂഡർ ആണ്. അതായത് ബ്രൂഡറിന്റെ ആർട്ടിക്കിൾ. ഇവിടെ നോക്കിയാൽ ഡാറ്റീവ് കേസ് വന്നതിന്റെ പേരിൽ മൈനം ബ്രൂഡറായി. അപ്പൊ എന്താണ്? ഇത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണ്. കാരണം എന്താണ് ഇവിടെ ഡാറ്റീവ് വന്നത്? കാരണം ഈ ഗ്രാച്ചുലിയർ എന്ന് പറഞ്ഞ വെർബ് ഡാറ്റീവ് വെർബാണ്. അതുപോലെ തന്നെ എന്താണ്? ഇതേപോലെ തന്നെ ഡാറ്റീവ് വെർബ്സ് നമുക്ക് കുറെ ഉണ്ട്. ഈ ഡാറ്റീവ് വെർബ്സ് ഏത് വന്നാലും അത് കഴിഞ്ഞിട്ടുള്ള നോമൻ എന്തായിരിക്കും? ഡാറ്റീവ് കേസിലായിരിക്കുള്ളൂ വരാം. അപ്പൊ നമ്മൾ ഇന്ന് ഡാറ്റീവ് കേസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ എന്താണ്? ഡാറ്റീവ് കേസ് എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കുക? അതായത് ആ സെന്റൻസിലെ വെർബിനോട് ആർക്ക് ആണ് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ഡാറ്റീവ് ആയിട്ട് വരാം. അപ്പോൾ ഇതേപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.